ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പുതിയ സാധനം ചെയ്യാൻ പോവുകയാണ്. ഈ ഫ്ലാസ്കിന് ഒരു കവർ തന്നെ. അപ്പോൾ അത് നിങ്ങളെയും കൂടി എനിക്ക് പഠിപ്പിക്കണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അടിക്കാനും മറക്കരുത്. ഞാൻ നിങ്ങളെ സ്റ്റിച്ച് പഠിപ്പിച്ചു തരാം. ഇതെങ്ങനെയാണ് പഠിക്കാൻ, സിമ്പിളാണ് ഇത് പഠിക്കലൊക്കെ. കാണിച്ചു തരാം. ആദ്യം നിങ്ങളെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കാം. ഇത് ഈ സൂചി 1.40 mm സൂചിയാണ്. ഇത് വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള സൂചിയാണ്. ഈ സൂചി ഇങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ പോയതാണ്. പക്ഷേ ഇത് നമുക്ക് ചില സാധനങ്ങളുണ്ടല്ലോ, നമുക്കൊരു ഇമ്പോർട്ടായിട്ട് നമ്മളെ ഹെൽപ്പ്, അതുകൊണ്ട് എനിക്ക് ഈ സൂചി ഭയങ്കര താല്പര്യമുള്ള സൂചിയാണ്. ഈ സൂചി വെച്ച് ഞാൻ പല സാധനങ്ങൾ തുന്നിയിട്ടുണ്ട്. ഇത് കണ്ട ഈ പാവക്കുട്ടിയെ, സുന്ദരിയല്ലേ ഇവക്കടെ ഉടുപ്പ് ഇതല്ല സത്യത്തിൽ. ഇവളുടെ ഉടുപ്പ് ഇത് ഇതേപോലെയാണ്. ഇത് ഞാൻ തുന്നാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഉടുപ്പ് കളഞ്ഞിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ ഉടുപ്പ് തുന്നണം. അങ്ങനെ ഞാൻ തുന്നിയതാണിത്. ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്. ഇതൊക്കെ ഒരു സ്റ്റിച്ച് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ കഴിയും. നോക്ക്, ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ഇടാൻ പഠിപ്പിച്ചു തരാം. ആദ്യമേ നമ്മൾ ഇത് ഒരു നൂലിങ്ങനെ എടുക്കുക. അതിനിങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ പിടിക്കാം. കണ്ടോ, ഇതിനിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിരലെടുത്ത് മാറ്റുക. അപ്പോൾ ഇതൊരു റൗണ്ട് പോലെയായി. ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഈ നൂലിങ്ങനെ എടുക്കുക. കണ്ടോ, നൂലെടുത്തപ്പോൾ അതൊരു കെട്ടായി. ഈ കെട്ടിന് ഇത്രയും വലിപ്പമുള്ള കെട്ട് വേണ്ട കേട്ടോ. ഇതിനങ്ങ് ചെറുതാക്കണം. കണ്ടോ, ചെറുതായി. ഈ ചെറുതിൻ്റെ ഉള്ളിൽ കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഇച്ചിരി കൂടി വലുതെടുത്തോ. കാരണം എന്നാന്ന് വെച്ചാൽ പഠിക്കുമല്ലേ. ഇതിപ്പം നമ്മൾക്ക് ഏകദേശം എന്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. നോക്ക്, ഒരു പൂ തുന്നണമെന്നുണ്ടെങ്കിലും ഈ സ്റ്റിച്ച്, ഇതാണ് സിംഗിൾ സ്റ്റിച്ചാണിത്. ഇതിങ്ങനെ ഇടയിൽ കൂടി എടുത്ത് ആദ്യം പഠിക്കണം. പഠിച്ച് ഇത് തന്നെ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ള സ്റ്റിച്ചുകൾ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ ഒരു ചെറിയ പൂ തുന്നണമെന്നുണ്ടെങ്കിൽ ഇതിനെ റൗണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇതിനകത്തുകൂടി പല പല സ്റ്റിച്ചുകൾ. അത് ഈ സ്റ്റിച്ച് ഇതിപ്പോൾ സിംഗിൾ സ്റ്റിച്ചായി. കണ്ടോ, സിംഗിൾ സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചിന് ഇപ്പം നമുക്ക് ആ ഫ്ലാസ്ക് തുന്നണം. ആ പാവക്കുട്ടിയുടെ ആണെങ്കിൽ ആ പാവക്കുട്ടിയുടെ ഒരു അളവെടുത്ത് തുന്നാനായിട്ട് ആ പാവക്കുട്ടിയെ വെച്ച് നമ്മളിങ്ങനെ നോക്കിയിട്ട് ആ പാവയെ തന്നെ വെച്ച് വേണം ഇത് ജോയിൻ ചെയ്യാൻ. ആ സമയത്ത് ഫ്ലാസ്കിന് അത് വേണ്ട. ഫ്ലാസ്കിൻ്റെ അളവിന് റൗണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് തുന്നി കഴിയുമ്പോൾ ആ ഫ്ലാസ്കിൻ്റെ അളവിൽ, ഇതിപ്പം നമ്മൾ സിംഗിൾ സ്റ്റിച്ചാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇത് സിംഗിളാണ്. ഇനി നിങ്ങൾക്ക് ഡബിൾ സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളിങ്ങനെ റൗണ്ടാക്കിയാൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ റൗണ്ട്, കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ വലിച്ചെടുക്കണം. ചെയ്യുമ്പോൾ എല്ലാം ഇച്ചിരി ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പിന്നെ അതങ്ങ് സിമ്പിളായിക്കോളും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇതിനെ നമ്മളിങ്ങനെ വലിച്ചെടുത്ത് കെട്ട് വീണ്. കണ്ടോ, ഇതിനിപ്പോൾ റൗണ്ടാക്കി. നമ്മൾ ഈ റൗണ്ടാക്കിയതിന് ഇടയിൽ കൂടി നമുക്കിതിങ്ങനെ എടുക്കണം. പോരെ, ഇതിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതിനെ ഒരു ഡബിൾ സ്റ്റിച്ച് പോലെ ആക്കുവാണ്. കണ്ടോ, ഇതിപ്പോൾ ഡബിൾ സ്റ്റിച്ച് പോലെ വന്നു. ഇതാണ് ഈ സ്റ്റിച്ചിൻ്റെ ഒരു ഡബിൾ സ്റ്റിച്ച്. ഇത്തിരി പാടാണ് എനിക്ക്. ഒന്നാമത് കണ്ണിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊക്കെയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കണമെന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടി എടുക്കുക. കാണുന്നില്ല പിള്ളേരെ, മനസ്സിലായല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ, ഇതിങ്ങനെ വരുമ്പോൾ അതൊരു ഡബിൾ സ്റ്റിച്ച് പോലെ വരുവാണ്. ഇതിങ്ങനെ റൗണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്ത്. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ എടുത്തുക. ഇതാണ് ഡബിൾ സ്റ്റിച്ച്. ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് ത്രിബിൾ, കണ്ടോ, ഇതിപ്പോൾ ഡബിൾ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ഇച്ചിരി ഇങ്ങനെ നീട്ടി കഴിഞ്ഞിട്ട് ഇതിന് ഈ സൂചിയുടെ ഇതിൽ കൂടി തന്നെ ഒന്ന് ചുറ്റുക. ചുറ്റിയിട്ട് അടുത്ത ഇതിൽ കൂടി ഇങ്ങനെ വലിച്ച് എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി ഇതിനെ എടുക്കുക. എന്നിട്ടിപ്പോൾ ഇത് 3ആയി. ഈ 3 ആദ്യമേ 2 കൂടി കയറ്റുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 കൂടി. ഇതാണ് ത്രിബിൾ. ഇനിയിപ്പോൾ ബാക്കി ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞു തരാം. ഓക്കെ, എല്ലാവരും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, ബൈ.